കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച് ഹൈക്കോടതി. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാത്തത് ചോദ്യം ചെയ്താണ് ഹർജി. നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മയുണ്ട് കൊച്ചിയിൽ നിന്നും. രേഷ്മ, ഒരുപക്ഷെ ഈ മുനമ്പം പോലെയുള്ള വഖഫ് ഭൂമി സ്വത്തിന്റെ പേരിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ മറ്റു ജനങ്ങളുടെ ഭൂമി കയ്യേറാൻ വഖഫ് കാണിക്കുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായി ഏറ്റവും നിർണായകമായ കോടതി ഇടപെടലാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് കോടതിയുടെ പരാമർശങ്ങൾ? എന്തൊക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം? പ്രജിത്ത്, വഖഫ് ബോർഡിന്റെ രൂപീകരണം നിയമപ്രകാരം അല്ല എന്ന നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ വഖഫ് ബോർഡ് എടുക്കുവാൻ പാടുള്ളതല്ല. അതുകൂടാതെ ഈ മൂലധന ചെലവുകളും നടത്തുവാൻ പാടില്ല, ജുഡീഷ്യൽ സിറ്റിംഗും പാടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തത്വത്തിൽ ഇതൊരു മരവിപ്പിക്കലായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം പ്രധാനമായിട്ടും വഖഫ് ബോർഡിന്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ, അതിൽ കോടതിയുടെ അനുമതി വേണമെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ താൽക്കാലിക ചുമതല വഖഫ് ബോർഡിന്റെ വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുകയാണ്. അതായത് ഈ ഹർജികൾ അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ താൽക്കാലികമായിട്ടുള്ള അന്നേ ദിവസം വരെയുള്ള ചുമതലയാണ് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. അത് IAS ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഈ ഷോൺ ജോർജും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായിട്ടുള്ള ആക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുമാണ് പൊതുതാൽപര്യ ഹർജികളുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന വാദങ്ങൾ എന്ന് പറയുന്നത്, നിലവിലെ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ല വഖഫ് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. 2025 ഭരണഘടനാ ഭേദഗതി പ്രകാരം, വഖഫ് നിയമത്തിന്റെ ഭേദഗതി പ്രകാരം ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അലയൊലികൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനെ എതിർത്തൊരാൾ കേരളം ഭരിക്കുകയാണ്. പക്ഷേ വഖഫ് ഭേദഗതി നിയമം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം, അത് കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നു. രേഷ്മ, അതേ പ്രജിത്ത്, അതായത് നേരത്തെ ഈ 2025 വഖഫ് നിയമ ഭേദഗതി വന്നതോടുകൂടി കൃത്യമായിട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വന്നിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് മാത്രം ആ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഈ 2025 ഭേദഗതിക്ക് അനുസൃതമായിട്ട് അല്ലായിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ പോലും സമീപിച്ചുകൊണ്ട് നടപടി ആവശ്യപ്പെടാനായിട്ട് ഹർജിക്കാർക്ക് സാധിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതായത് ഈ ഒരു ഷിയ അംഗത്തെ ഉൾപ്പെടുത്തണമെന്ന ഹർജിക്കാരുടെ വാദവും ഹൈക്കോടതി കണക്കിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ 2 മുസ്ലിം ഇതര അംഗങ്ങൾ ബോർഡിൽ ഉൾപ്പെടുത്തണം, അതും ഈ നിയമ ഭേദഗതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയമ ഭേദഗതി ഇക്കാര്യത്തിൽ അനുസരിച്ചിട്ടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് എക്സ് ഒഫീഷ്യോ അംഗം. പക്ഷേ ഇക്കാര്യത്തിൽ എക്സ് ഒഫീഷ്യോ അംഗമായിട്ട് ഈ വകുപ്പ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബോർഡിന്റെ മൊത്തത്തിലുള്ള രൂപീകരണം അപ്പാടെ രൂപീകരിച്ച നടപടി തന്നെ അത് നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലവിൽ ഒരു നിലപാടെടുത്തിട്ടുള്ളത് സെക്ഷൻ 14 പ്രകാരം വീണ്ടും ഈ ഒരു വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുക, അതായത് കൃത്യമായിട്ട് 2 ഇതര മുസ്ലിം അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറിയെ എക്സ് ഒഫീഷ്യോ അംഗമാക്കി കൊണ്ട് തന്നെ ഈ പറയുന്ന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടുത്ത ബുധനാഴ്ച, അടുത്ത ആഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്നേ ദിവസം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ അറിയിക്കുകയും വേണം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കേരളത്തിൽ എന്തായാലും മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശൻ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊടുവിൽ വഖഫ് ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്.